الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله واصحابه ومن اهتدى بهداهم الى يوم الدين. اما بعد، فان اصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. فقد قال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ, ഗൗരവത്തിൽ ഉണർത്തുകയാണ്. നമ്മുടെ കുട്ടികൾ അവധിക്കാലത്താണ്. സ്കൂൾ പഠനത്തിൻ്റെ റിസൾട്ട് വരാൻ കാത്തിരിക്കുമ്പോൾ രക്ഷിതാക്കളായ നാം ഓരോരുത്തരും വിവിധ ചിന്തകളിലും ചർച്ചകളിലുമാണ്. ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഏറ്റവും ഉയർന്ന മേഖലകളിൽ എത്തിപ്പെടാൻ തൻ്റെ കുട്ടിക്ക് ആവശ്യമായ കലാലയം ഏതാണ് എന്നും ഏറ്റവും പോപ്പുലറായ വിദ്യാലയം ഏതാണ് എന്നുമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ വളരെ ഗൗരവത്തോടുകൂടി നമ്മുടെ ചിന്തയിൽ വരേണ്ട, നമ്മുടെ ചർച്ചയിൽ വരേണ്ട, നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ടുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അടിയുറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യം, ഭൗതിക ലോകത്ത് ഈ ലഭിച്ച സമയം കൊണ്ട് അവസാനിക്കുമ്പോൾ അത് കേവലം ഒരു അവസാനം മാത്രമല്ല,
മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും ആ ജീവിതത്തിൽ നന്മ തിന്മകൾ അള്ളാഹുവിൻ്റെ അടുത്ത് വിചാരണക്ക് കൊണ്ടുവരപ്പെടുകയും അവിടെ എനിക്ക് നൽകപ്പെട്ട വിഷയത്തിൽ ഞാൻ എന്ത് അള്ളാഹുവിനോട് മറുപടി പറയും എന്ന ഉത്തമ ബോധ്യവും വിശ്വാസവും ഉള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ദീൻ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നത്, മതവിദ്യാഭ്യാസം അവർക്ക് നൽകുക എന്നത്, അത് സാധാരണ റെഗുലറായി അങ്ങനെ നടന്നു പോകേണ്ടുന്ന ഒരു സംഗതിയല്ല. വളരെ ഗൗരവത്തോടുകൂടി നാം കൊടുക്കേണ്ടുന്ന നമ്മുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ നാളെ റബ്ബിൻ്റെ അടുത്ത് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ വളരെ സുപ്രധാനമായ ഈ ചോദ്യം നമ്മുടെ മുന്നിൽ കടന്നു വരും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 40 വയസ്സ് കടന്ന ആൾ സാധാരണഗതിയിൽ വിവാഹമെല്ലാം കഴിച്ച് സന്താനങ്ങളൊക്കെയായി ആ സന്താനങ്ങളെ വളരെ ഗൗരവതരമായി അവരുടെ ഭാവി ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണത്. അവിടെ ഒരു പ്രാർത്ഥന വിവേകിയായ ആ മനുഷ്യൻ പ്രാർത്ഥിക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആ പരിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്ഖാഫിലെ ആ ആയത്തിൻ്റെ പ്രാർത്ഥനയുടെ ഭാഗം മാത്രമാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു പറയാൻ ഖാല, അവൻ പറയുന്നു, എന്താ അവൻ പറയാ? റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ വഅൻ അഅമല സ്വാലിഹൻ തർദാ വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. 40 വയസ്സെത്തിയ ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയാണെന്ന് ഖുർആൻ പറയാൻ. എന്താണ് ആ പ്രാർത്ഥന? അയാൾ റബ്ബിനോട് പറയുന്നു, റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ. നാഥ, എൻ്റെ റബ്ബേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നിട്ടുള്ള നിന്റെ അനുഗ്രഹത്തിന് നന്ദി ചെയ്യാൻ നീ എനിക്ക് പ്രചോദനം നൽകണേ അല്ലാഹ്. 2, വഅൻ അഅമല സ്വാലിഹൻ തർദാ, നീ തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങൾ എനിക്ക് പ്രവർത്തിക്കാനുള്ള തൗഫീഖും നൽകണേ അല്ലാഹ്. 3, വഅസ്ലിഹ് ലീ ദുർരിയതി, എൻ്റെ സന്താനത്തെ എനിക്ക് നീ നന്മ വരുത്തുകയും എൻ്റെ സന്താനങ്ങൾക്ക് ആ സന്താനങ്ങളിൽ എനിക്ക് നീ നന്മ വരുത്തുകയും ചെയ്യണേ. ഇന്നി തുബ്തു ഇലൈക വ ഇന്നി മിനൽ മുസ്ലിമീൻ, ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ഞാൻ നിന്നെ അനുസരിക്കുന്നവരിൽ പെട്ടവനാണ് എന്ന് അള്ളാഹുവേ ഞാൻ നിന്നോട് പറയുകയും ചെയ്യുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പ്രാർത്ഥനയുടെ ഗൗരവതരമായ ഭാഗമുണ്ട്. ഞാനതൊന്നും അങ്ങോട്ട് വിശദീകരിക്കാൻ ഉദ്ദേശിക്കണില്ല. ഞാനൊരൊറ്റ വാചകം മാത്രം പറയാൻ ഉദ്ദേശിക്കും. ആ ഘട്ടത്തിൽ അവൻ അള്ളാഹുവിനോട് ദുആ ഇറക്കുന്ന ഒരു ദുആയാണ്, വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി, നാഥ, എൻ്റെ സന്താനങ്ങളിൽ എനിക്ക് നീ നന്മ വരുത്തണേ എന്ന് അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പഠിച്ചു വെക്കേണ്ടുന്ന പാഠം, ഈ ഒരു പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുകയും നമുക്ക് ഉത്തരം നൽകുകയും ചെയ്യും. പക്ഷെ ആ പ്രാർത്ഥനയോടൊപ്പം നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്തു എന്നത് കൂടി ശ്രദ്ധിക്കണമല്ലോ. നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ മക്കളെ വളർത്തി, അവർക്ക് ഭക്ഷണം കൊടുത്തു, വസ്ത്രം കൊടുത്തു, ഒക്കെ കൊടുത്തു, അവർക്ക് ഇഷ്ടപ്പെടുന്നതെല്ലാം കൊടുത്തു. പക്ഷെ നമ്മൾ അടിയന്തരമായും
പ്രഥമമായും പ്രധാനമായും ഗൗരവതരമായും കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ടോ എന്ന് ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാം മൈൻഡ് സെറ്റാക്കി വെച്ചിരിക്കണം. എന്താണെന്നറിയോ? ഏറ്റവും പോപ്പുലറായ ഏതെങ്കിലും ഒരു വിദ്യാലയം, അവിടെ പ്രത്യേക യൂണിഫോം ഇട്ട് പ്രത്യേക രൂപത്തിൽ നമ്മുടെ കുട്ടി ഇങ്ങനെ അവിടെ പഠിച്ച് അങ്ങനെ 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3 കഴിഞ്ഞ് 4 കഴിഞ്ഞ് അവിടെ നടക്കുന്ന പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങി അങ്ങനെ എൻ്റെ കുട്ടിയുടെ ഭൗതിക ജീവിതം സെറ്റാണ് എന്ന ചിന്തയാണ് പലപ്പോഴും നമ്മളെ ഒക്കെ പിടികൂടുന്നത്. ഉണ്ടായിക്കോട്ടെ, എന്താന്ന് ഞാൻ പറയണില്ല കേട്ടോ, ഉണ്ടായിക്കോട്ടെ. പക്ഷെ അതിൻ്റെയും മേലെ സെറ്റാക്കേണ്ട മറ്റൊന്നുണ്ട്. ആ സെറ്റാക്കേണ്ടത് ഈ മക്കളിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ എത്തുമ്പോൾ നമ്മൾ റബ്ബിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്നവരായി നിൽക്കുമ്പോൾ നമ്മൾ മറുപടി പറയുമ്പോൾ ഈ സെറ്റ് പോരാ. എൻ്റെ കുട്ടിയെ ഞാൻ വിദ്യാഭ്യാസം കൊടുത്തു, പഠിപ്പിച്ചു, അങ്ങനെ കൊടുത്തു ഇങ്ങനെ കൊടുത്തൊന്നും ആവൂല. അവിടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. എന്തിനാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ മതം പഠിപ്പിക്കുന്നത്? അള്ളാഹുവിലുള്ള വിശ്വാസവും അതിനോടനുബന്ധമായ കാര്യങ്ങളും ചെയ്യുന്നത് എന്തിനാണ്? അവിടെ എല്ലാം ലക്ഷ്യമൊന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹത്തോട് നന്ദി രേഖപ്പെടുത്തുകയും നമ്മളുടെ മരണശേഷം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ സമൂഹത്തിൽ നന്മയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്ന നല്ലൊരു തലമുറ ഉണ്ടാവുകയും ചെയ്യുക എന്നതാണ് പ്രത്യേകത. അതുകൊണ്ട് ഞാൻ രക്ഷിതാക്കളോട് പറയാൻ 5 കാര്യങ്ങൾ, നമ്മുടെ മക്കൾക്ക് ലഭിക്കേണ്ടുന്ന 5 കാര്യങ്ങൾ, ആ 5 കാര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ മതി. അഥവാ ആത്മീയ വിദ്യാഭ്യാസത്തിലൂടെ, മതവിദ്യാഭ്യാസത്തിലൂടെ, മദ്രസ സംവിധാനത്തിലൂടെ, അതുപോലെ തന്നെ ഇപ്പോൾ വെക്കേഷനാണ്, വെക്കേഷൻ സമയത്ത് നടക്കുന്ന MSMന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മോറൽ ക്ലാസുകൾ, അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ, അതൊക്കെ നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമതായി നമ്മുടെ മക്കൾക്ക് ലഭിക്കേണ്ടുന്ന, നമ്മൾ കൊടുക്കേണ്ടുന്ന, നമ്മൾ ഏറ്റവും നിർബന്ധമായും ചെയ്യേണ്ട വിഷയം എന്താണ്? ആ കുട്ടികൾക്ക് ആത്മീയമായ ഒരു അടിത്തറയുണ്ടാക്കി കൊടുക്കണം. ആത്മീയമായ അടിത്തറയുണ്ടാക്കി കൊടുക്കണം. നമുക്കറിയാം, ഒരു ബിൽഡിംഗ് നിൽക്കുന്നത്, ഒരു കെട്ടിടം നിൽക്കുന്നത് അതിൻ്റെ അടിത്തറയുടെ ബലമനുസരിച്ചാണ്. അടിത്തറ ഏറ്റവും ഭംഗിയായി നിങ്ങൾ രൂപകൽപ്പന ചെയ്താൽ അതിൻ്റെ മുകളിലേക്ക് പടുത്തുയർത്തപ്പെടുന്ന ബിൽഡിംഗ് വളരെ ഭംഗിയായി അവിടെ നിൽക്കും. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ വിശ്വാസം അഥവാ തൗഹീദ് എന്താണ് എന്ന് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതിനേറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് മദ്രസയുമായി പറഞ്ഞ പ്രവർത്തനങ്ങൾ. നമ്മുടെ മക്കൾ അതിൽ ഭാഗമാക്കാവുന്നുണ്ടോ? നമ്മുടെ മക്കൾക്ക് അത് കിട്ടുന്നുണ്ടോ? ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യുന്ന പണിയൊക്കെ നല്ലതാണ്. എന്താണ്? നമ്മൾ പണിയെടുക്കുന്നുണ്ട്, പൈസ ഉണ്ടാക്കുന്നുണ്ട്, മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വസ്ത്രം വാങ്ങി കൊടുക്കുന്നുണ്ട്, ഒക്കെ റെഡിയാണ്. അതിലൊന്നും ആരും വീഴ്ച വരുത്തുന്നില്ല. ഇന്നതിൽ ഇല്ലാത്ത ആളുകളും കുറവാണ്. എന്നാൽ നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടവർക്ക് വിശ്വാസത്തിന്റെ അടിത്തറ ഏറ്റവും ശക്തമായി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, വസിയ്യത്തുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വിഷയം എന്താ അറിയോ? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. എൻ്റെ പൊന്നുമോനെ, ശിർക്കിൽ അകപ്പെട്ടു പോകരുത് കേട്ടോ. അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിനെ തകർക്കുന്ന, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ഒരു പ്രവൃത്തിയും നിന്നിൽ നിന്നുണ്ടാവരുത് മോനെ. അത് മഹാപാതകമാണ് കേട്ടോ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചെറിയ കുട്ടികളുടെ കൽബിൽ നട്ടുപിടിപ്പിച്ചത് തൗഹീദിന്റെ ശക്തമായ മേഖലയാണ്. ചെറിയ കുട്ടികൾക്ക് യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ എന്ന് തുടങ്ങുന്ന വിശാലമായ ഹദീസ്. ആ ഹദീസിൽ കാണാം, ഇദാ സഅൽത ഫസ്അലില്ലാഹ് വ ഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നിനക്ക് ആവശ്യമുള്ളത് റബ്ബിനോട് ചോദിക്ക്,
നിനക്ക് സഹായമാണോ റബ്ബിനോട് ചോദിക്ക്. ഈ ലോകത്തെ മുഴുവൻ ആളുകളും ഒരുമിച്ച് ചേർന്ന് നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും അള്ളാഹു നിനക്ക് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അവർക്കാർക്കും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടി നിനക്കൊരു നന്മ വരുത്താൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു അത് നിനക്ക് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ആ നന്മ അവർ നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയില്ല മോനെ. അടിയുറച്ചൊരു വിശ്വാസത്തിന്റെ മേഖല ബോധ്യപ്പെടുത്തി കൊടുക്കണം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മക്കൾക്ക് കിട്ടണം ആ വിശ്വാസം. തൗഹീദ് വളരെ ശക്തമായി കിട്ടണം. നമ്മുടെ ചുറ്റുപാടുകൾ മലീമസമാണ്. നമ്മുടെ ചുറ്റുപാടുകൾ ശിർക്കിന്റെ കുത്തരങ്ങുകളാണ്. കലാലയങ്ങളിൽ വരെ, ചെറിയ ചെറിയ വിദ്യാലയങ്ങളിൽ വരെ ശിർക്കിന്റെ അതിപ്രസരം കടന്നു വരുന്ന കാലം വളരെ ഗൗരവതരമായി നമ്മൾ കാണണം. അവിടെ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടുന്ന തൗഹീദിന്റെ ശക്തമായ മേഖല ആ മക്കൾക്ക് കിട്ടണം. അത് മദർസയിൽ നിന്ന് കിട്ടണം. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ കൃത്യമായി മദ്രസയിൽ എത്തിക്കുക മക്കളെ. ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ എത്തിക്കുക കുട്ടികളെ. ആ മക്കൾ അങ്ങനെ പഠിച്ചു വളരട്ടെ. എങ്കിൽ അവർക്ക് രണ്ടുമുണ്ട്, ഭൗതികവുമുണ്ട്, ആത്മീയവും അവർക്ക് കിട്ടും. ഇന്ന് വലിയ ഗൗരവമുള്ള ചോദ്യമുണ്ട്. ഞാൻ ആരാണ്? ഞാൻ എവിടുന്ന് വന്നു? ഞാൻ എങ്ങോട്ട് പോണു? മൗലികമായ ചില ചോദ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾ അങ്ങനെ വട്ടം കറക്കുന്ന ചോദ്യം. ആ കുട്ടികൾ അതിൻ്റെ മുന്നിൽ ഇങ്ങനെ പകച്ചു നിൽക്കും. അങ്ങനെയാണ് ലിബറലിസത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും അങ്ങനെ തുടങ്ങുന്ന പലതിലേക്കും നമ്മുടെ മക്കളുടെ മൈൻഡ് ഇങ്ങനെ മാറിപ്പോകുന്നത്. ആരാണ് ഞാൻ? എവിടുന്നാണ് ഞാൻ വന്നത്? എങ്ങോട്ടാണ് ഞാൻ പോകുന്നത്? എന്താണ് എൻ്റെ ദൗത്യം? അത് കൃത്യമായി നമ്മുടെ മക്കൾക്ക് ലഭിക്കും വിശ്വാസത്തിന്റെ അടിത്തറയിലൂടെ. ഇത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് ഓരോ രക്ഷിതാവിൻ്റെയും ബാധ്യതയാണ്. അത് വാപ്പയുടെയും ഉമ്മയുടെയും ബാധ്യതയാണ്. അതിനാണ് നമ്മൾ മദർസക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. എൻ്റെ കുട്ടിക്ക് കിട്ടണില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മദർസ? രണ്ടാമത്തെ വിഷയം, ആ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ, കുട്ടികൾ, നമ്മുടെ മക്കൾ, ആ മക്കളുടെ സ്വഭാവ സംസ്കരണമാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ, അവരുടെ സ്വഭാവം ഏറ്റവും ഭംഗിയാക്കി കൊണ്ടുവരിക. ഈ കാലഘട്ടത്തിൽ ഗൗരവതരമായി കാണേണ്ടുന്ന ഒരു സംഗതി കൂടിയാണത്. ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല. അല്ലെങ്കിൽ സംസാരത്തിന്റെ ശൈലിക്ക് വ്യത്യാസം, തോന്നിയതുപോലൊക്കെ ചെയ്യുക, എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരവസ്ഥ. എന്തു പറയണം, എവിടെ പറയണം, ഇതൊന്നും അറിയില്ല. ഫ്രീഡമാണ് എല്ലാവർക്കും ആഗ്രഹം. ഫ്രീ ആണ് എല്ലാവർക്കും വേണ്ടത്. അവിടെ എന്തൊക്കെയാണ് അരുതായ്മകൾ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, അത് കുട്ടിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. സൽ സ്വഭാവങ്ങളുടെ ഏറ്റവും ഉന്നതമായ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. സ്വഭാവ സംസ്കരണം ഉണ്ടാവണം. നമ്മുടെ കുട്ടികളിൽ വിനയമുണ്ടാവണം. നമ്മുടെ കുട്ടികളിൽ സ്നേഹം ഇങ്ങനെ നിൽക്കണം. അഹങ്കാരം ഉണ്ടാവരുത്. ആളുകളോട് മോശമായി പെരുമാറുന്ന സ്വഭാവം നമ്മുടെ മക്കളിൽ ഉണ്ടാവരുത്. വലിയ ആളുകളെ കാണുമ്പോൾ ബഹുമാനിക്കാൻ കഴിയണം. ചെറിയ ആളുകളോട് കാരുണ്യം കാണിക്കാൻ കഴിയണം. അത് സഹപാഠിയാണെങ്കിലും തൻ്റെ കൂട്ടുകാരനാണെങ്കിലും ആരാണെങ്കിലും അതൊക്കെ നമ്മുടെ കുട്ടികളിൽ ഇങ്ങനെ കൊണ്ടുവരേണ്ടതാണ്. ഏതു സമയത്തും സത്യസന്ധത നഷ്ടപ്പെടാതെ കൊണ്ടുപോകാനുള്ള ഒരു സംസ്കരണം, ഒരു തർബിയത്ത്. ഇന്നെന്താന്ന് നിങ്ങൾ, ഇന്ന് തഅലീം നടക്കുന്നുണ്ട്, തർബിയത്ത് നടക്കണില്ല എന്നുള്ളതാണ്. തഅലീം അത് നടക്കുന്നുണ്ട്, പഠനം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ തർബിയത്ത് ഉണ്ടോ നോക്ക്. രണ്ടും കൃത്യമാവണം. തഅലീമും തർബിയത്തും ഉണ്ടാവണം. അത് ശീലിക്കണം കുട്ടികൾ. അത് മദ്രസകളിൽ നിന്ന് അധ്യാപകന്മാരുടെ ശിക്ഷണത്തിൽ കിട്ടുന്നത് വീട്ടിൽ അത് ഫോളോ ചെയ്യണം. നമ്മൾ അതിന് കൃത്യമായിട്ട് നിലനിൽക്കണം. നമ്മുടെ മക്കൾ അങ്ങനെ ഉണ്ടാകുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടണം. എല്ലാവരോടും കാരുണ്യം കാണിക്കുന്നുണ്ടോ തൻ്റെ കുട്ടി? എല്ലാവരോടും കാരുണ്യത്തോടെ പെരുമാറുന്നുണ്ടോ എന്ന് അത് കൃത്യമായിട്ട് വീക്ഷിക്കണം. അബദ്ധം വന്നാൽ തിരുത്തി കൊടുക്കണം.
അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു കുട്ടി വലിയ സന്തോഷത്തോടു കൂടി ഒരു പക്ഷിയുടെ കുഞ്ഞിനെ കൊണ്ടു കൊടുത്ത ചരിത്രം അറിയില്ല നമുക്ക്. അള്ളാന്റെ റസൂലിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കൊടുത്തതാണത്. അതിൻ്റെ പിന്നാലെ അതിൻ്റെ തള്ളപ്പക്ഷി ഇങ്ങനെ കരഞ്ഞുകൊണ്ടുവരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോട് പറഞ്ഞ വർത്തമാനം എന്തായിരുന്നു? ആ തള്ളപ്പക്ഷി ഉണ്ടല്ലോ, ഈ കുട്ടിയെ കിട്ടിയാൽ അതിനുണ്ടാകുന്ന സന്തോഷം ഉണ്ടല്ലോ മോനെ, അതാണ് ഏറ്റവും വലിയ സന്തോഷം. നീ എനിക്കിത് തരുന്നതിനേക്കാളും ഞാൻ സന്തോഷിക്കുന്നത് അതിൻ്റെ അമ്മക്കിളിയുടെ, അമ്മപ്പക്ഷിയുടെ അതിൻ്റെ വേദന, അതിൻ്റെ വിഷമം, അതിൻ്റെ പ്രയാസം ഇല്ലാതെയാക്കലാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ തർബിയത്ത് ചെയ്ത് കൊടുക്കുക. ഈ തർബിയത്ത് നമ്മുടെ മക്കൾക്ക് കിട്ടുന്ന സ്കൂളിൽ നിന്നല്ല, അത് നമ്മുടെ കുട്ടികൾക്ക് കിട്ടണം ദീനി വിദ്യാഭ്യാസത്തിലൂടെ, മതവിദ്യാഭ്യാസത്തിലൂടെ. അത് നമ്മുടെ മക്കൾക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. ഇങ്ങോട്ട്. ഇന്നൊരു വഴിപാടാണ് ദീനി പഠനം. രാവിലെ 6:30 മദർസയിലേക്ക് വരുമ്പോൾ പോലും രക്ഷിതാവിൻ്റെ മനസ്സിൽ ബേജാർ. എന്ത്? മദർസയിൽ നിന്ന് പഠിക്കുന്നുണ്ടോന്നല്ല, സ്കൂൾ ബസ് വരും, പോണ്ടേ കുട്ടിയപ്പ ഇങ്ങനെ ബേജാറാണ്. 1 മണിക്കൂർ അങ്ങനെ ഇരുന്നില്ല എന്ന് വരുത്തി തീർത്തി ഒറ്റ ഓട്ടം നേരെ സ്കൂളിലേക്ക് പോകണം. എന്താണ് ആ കുട്ടിക്ക് കിട്ടിയത്? എന്തിനാടോ ഈ പ്രഹസനം? അള്ളാഹുവിന്റെ ദീനിനെ കൃത്യമായി നമ്മുടെ മക്കൾക്ക് കിട്ടാത്തതിന്റെ പേരിൽ ഇന്ന് പരിതപിക്കുന്ന രക്ഷിതാക്കൾ ഓരോരുത്തരും അവർ പരിതപിക്കാണ്. എന്റെ കുട്ടി ഇങ്ങനെ ആയിപ്പോയി. എന്താ കാര്യം? നീ തന്നെയാണ് കാര്യം. കാരണം നിനക്കതിൽ ഉത്തരവാദിത്വമില്ല. നിനക്കെന്റെ കുട്ടി സംസ്കാര സമ്പന്നനായി വളരണം. അള്ളാന്റെ ദീനിന്റെ കൃത്യമായ തഅലീമുകൾ, അഖ്ലാഖിയാത്തുകൾ പഠിക്കണം. അതെന്റെ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന ആഗ്രഹം നിനക്കില്ല. നിനക്കാകുള്ളത് ആ യൂണിഫോം ഇട്ട് ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ ഒരു കൺകുളിർമ, ഖുർറത്ത് ഐൻ. ആ ഖുർറത്ത് ഐൻ ഉണ്ടാവേണ്ടത് എങ്ങനെയാണ്? ആ ഖുർറത്ത് ഐൻ ഉണ്ടാവേണ്ടത് അതിലല്ല. ഞാൻ ഒരു ഗൗരവം പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും വലിയ ഡോക്ടർ എൻ്റെ മകനാണ് എന്ന് പറയുന്നതിനേക്കാളും എന്നെ സന്തോഷിപ്പിക്കുന്ന, എൻ്റെ കണ്ണിന് കുളിർമ നൽകുന്നത് എന്താണെന്നറിയോ? ആ പള്ളിയിൽ ഇമാമ് നിൽക്കുന്ന, ആ പള്ളിയിൽ ഖുത്ബ നടത്തുന്ന, അല്ലെങ്കിൽ ആളുകൾക്ക് അള്ളാഹുവിന്റെ ദീന് പറഞ്ഞു കൊടുക്കുന്നത് അതെന്റെ മകനാണ് എന്ന് പറയാൻ എനിക്ക് കഴിയുമ്പോൾ കിട്ടുന്ന കണ്ണിന്റെ കുളിർമയുണ്ടല്ലോ, അത് ഈ ഭൗതിക ലോകത്ത് എന്ത് കിട്ടിയാലും മതിയാവില്ല. എന്ത് കിട്ടിയാലും അതിന് പകരല്ല. ജീവിതത്തിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നത് ഗൗരവതരമായ ചിന്തയാണ്. അതുണ്ടാവണം, അത് മറസേന്ന് കിട്ടണം, മക്കൾക്ക് കിട്ടണം. 3, ഇന്ന് നമ്മളുടെ മക്കൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഉണ്ടെന്നറിയും. ഈ സങ്കീർണമായ ലോകക്രമത്തിൽ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത്? കാരണം ഇന്നത്തെ കുട്ടികൾ വളരുന്നത് സോഷ്യൽ മീഡിയ അതിപ്രസരത്തിലാണ്. ചെറിയ കുട്ടികൾ പോലും ഇൻസ്റ്റ അക്കൗണ്ട് ഉള്ളവരാണ്, ചെറിയ കുട്ടികൾ പോലും ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളവരാണ്, നിരന്തരം അവർ യൂട്യൂബുമായി ബന്ധപ്പെടുന്നവരാണ്, നിരന്തരമായി റീൽസുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുവഴി കടന്നു വരുന്നത് എന്തൊക്കെയാണ്? ആ ശബക്ക വഴി, ആ ജനാല വഴി കടന്നു വരുന്നത് എന്താണ്? എന്തും വരും. അതെല്ലാം നമ്മുടെ കുട്ടികളിലേക്ക് വരുന്നു. ഒന്നിനെയും ഇത് ശരിയാണ്, ഇത് തെറ്റാണ്, ഇത് നല്ലതാണ്, ഇത് ചീത്തയാണ് എന്ന് വേർതിരിക്കാനുള്ള കഴിവ് നമ്മുടെ മക്കൾക്കില്ല. അത് കൊടുക്കേണ്ടടുത്ത് കൊടുക്കാൻ, അത് നമ്മുടെ മക്കൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഞാനും നിങ്ങളും ഉത്തരവാദിത്തപ്പെട്ടവരാട്ടോ. അവിടെയാണ് ലിബറലിസം കടന്നു വരുന്നു നമ്മുടെ മക്കളുടെ തലയിലേക്ക്, നിരീശ്വരവാദം കടന്നു വരുന്നു നമ്മുടെ മക്കളുടെ തലയിലേക്ക്. അങ്ങനെ തുടങ്ങി ഭൗതികമായ പല പ്രത്യയശാസ്ത്രങ്ങളെയും നമ്മുടെ കുട്ടികളുടെ മുന്നിലേക്ക് വരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താ അറിയാം നമ്മൾ? ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത, ഇത് പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്ന സംഗതിയാണ്. കാരണം അവിടെ എല്ലാം ഫ്രീയാണ്. എടാ അത് ചെയ്യരുത് കേട്ടോ എന്നെൻ്റെ കുട്ടിയോട് പറയും. അങ്ങനെ പറയുമ്പോൾ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു അനിഷ്ടമുണ്ട്. അത് കാണല്ലേ എന്ന് പറയുമ്പോൾ ഒരു അനിഷ്ടം ഉണ്ടാവും. എന്നാലേ നീ എന്തും കണ്ടോളി കുഴപ്പമില്ല കേട്ടോ എന്ന് പറയേണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ഇതാണ് അതിൻ്റെ പ്രത്യേകത.
അവിടെയാണ് ഇത് വേർതിരിച്ചു കൊടുക്കാൻ കഴിയണം. അതിനെ ഖുർആനിൽ പറഞ്ഞ പേര് ബസീറത്ത് എന്നാണ്. ബസീറത്ത് കേവലം ഒരു അറിവ് പോരാ, കേവലം ഒരു അറിവിന്റെ അപ്പുറത്ത് ഒരു ബസീറത്ത് വേണം. ബസീറത്ത് എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ച എന്നർത്ഥം. നമ്മുടെ മക്കൾക്ക് കിട്ടണം. ലിബറലിസത്തെ കുറിച്ച് ചർച്ച വരുമ്പോൾ നമ്മുടെ മക്കൾക്ക് ആ വിഷയത്തിലുള്ള ഉൾക്കാഴ്ച ഉണ്ടാവണം. ഇത് ശരിയല്ല, ഈ പ്രയോഗം, ഈ പ്രവർത്തനം ശരിയല്ല, ഈ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല എന്ന് നമ്മുടെ മക്കൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ളൊരു മതവിദ്യാഭ്യാസം കിട്ടിയിരിക്കണം. അത് കിട്ടണം മക്കൾക്ക്. ഇത് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. ആ കഴിവ് നമുക്കില്ലെങ്കിൽ അത് കിട്ടുന്ന കലാലയങ്ങളിൽ മക്കളെ എത്തിക്കാൻ കഴിയണം. രണ്ടിനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ വാപ്പൻ നിലക്ക് നീ വട്ടപ്പൂജാട്ടോ, ഉമ്മ നിലക്കും നീ വട്ടപ്പൂജയാണ്. മക്കളെ വളർത്തിയെന്നല്ലാതെ യാതൊരുവിധ ഉപകാരവുമില്ലാതെ നാളെ റബ്ബിന്റെ അടുത്ത് ഒരു ഗുണവുമില്ലാതെ എന്ത് തോന്നിയാസങ്ങളിലേക്കും അവർ വീണുപോകുന്ന ഒരവസ്ഥയാണ്. സത്യവും അസത്യവും വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം. 4, ബന്ധങ്ങളുടെ പവിത്രതയെ തിരിച്ചറിയാൻ മക്കൾക്ക് കഴിയണം. ഇന്ന് ഏറ്റവും കൂടുതൽ, എല്ലാം കൂടുതൽ തന്നെയാണ്, ഇന്ന് ഏറ്റവും കൂടുതൽ ബാപ്പയും ഉമ്മയും പറയും എൻ്റെ കുട്ടി എന്നെ ബഹുമാനിക്കണില്ല, പാപ്പാനെ ഉമ്മാനെ ബഹുമാനില്ല, പാപ്പാനോട് ഉമ്മാനോട് എന്ത് സംസാരിക്കണം എന്നറിയില്ല, ബാപ്പാനോട് ഉമ്മാനോട് മാത്രമല്ല ചേട്ടനോട് ചേട്ടത്തിയോട് ഉമ്മാമയോട് ഉപ്പാപ്പയോട് ഏത് നിലക്ക് പെരുമാറണം, എങ്ങനെയാണ് അവരോട് ബന്ധപ്പെടേണ്ടത്, ഇതൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് വിഷയം. കെയർലെസ്. ഐ ഡോണ്ട് കെയർ. അതൊന്നൊരു വിഷയമല്ല, അതൊന്നും വിഷയമല്ല, അതൊന്നൊരു കാര്യമില്ല. എന്നാൽ ചില തലതിരിഞ്ഞ വാപ്പമാരുണ്ട്. ആ വാപ്പമാരും പറയുന്നത് അതൊക്കെ പഴയ കാലം, ഇന്നെല്ലാം തുല്യാണ്, സമത്വമാണ്, ഇന്നൊന്നും അങ്ങനൊന്നും പറഞ്ഞാൽ ശരിയാവൂല. നിങ്ങൾക്കറിയോ അള്ളാഹുവിന്റെ ഖുർആൻ വളരെ ഗൗരവമായി കുടുംബ ബന്ധങ്ങളുടെ പവിത്രത പറയുന്നു. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന 3 തഖ്വ കൊണ്ടുള്ള ആയത്തിൽ ഒന്നിൽ അള്ളാഹു സൂറത്ത് നിസാഇന്റെ ആദ്യത്തെ ആയത്തിൽ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, നാളെ ചോദ്യം ഉണ്ടാകുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനോടുള്ള ബന്ധം കഴിഞ്ഞാൽ ഏറ്റവും അധികം ബന്ധം ആരോട് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന 1 അല്ല 2 അല്ല, ധാരാളം സ്ഥലങ്ങളിൽ മാതാപിതാക്കൾ എന്നാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞത് അവരോട് ഉഫ് 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 എന്ന് പോലും പറയരുത് എന്നാണ്. ഛേ എന്ന് പോലും ബാപ്പയോടും ഉമ്മയോടും പറയരുത്. ഇത് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചതാണ്. മക്കൾക്ക് ആ ബോധ്യമുണ്ടാക്കി കൊടുക്കണം. ബാപ്പ ആരാണ്, ഉമ്മ ആരാണ്, അവരോടുള്ള ബന്ധം എന്താണ്, ആ ബാപ്പയോട് ഞാൻ എന്തൊക്കെ പറയാം, എന്തൊക്കെ പറഞ്ഞുകൂടാ, ഇതെല്ലാം നമ്മുടെ മക്കൾക്ക് കൃത്യമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കണം. അത് മാത്രമല്ല, സഹോദരൻ തൻ്റെ സഹോദരി, ഈ കാര്യങ്ങളിലെല്ലാം ഗൗരവതരമായ വിഷയമുണ്ടാവണം, പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവതരമായി സ്വഹാബത്തിന് അത് ബോധ്യപ്പെടുത്തി, ചെറിയ മക്കൾക്ക് അത് ബോധ്യപ്പെടുത്തി, അവരെ കൂടെ ചേർത്തിരുത്തി. 5ാമത്തെ കാര്യം, ഓരോ കുട്ടിക്കും ആ കുട്ടിയുടെ മാനസികമായ ഒരു മാനസിക ആരോഗ്യം ഉണ്ടാക്കിയെടുക്കണം. എന്ന് പറഞ്ഞാൽ മെന്റൽ റിലീസ് എന്നാണ് പറയുക. ഒരു മാനസികമായ ധൈര്യവും ആരോഗ്യം ഉണ്ടാക്കിയെടുക്കണം. അതെന്താണെന്നറിയോ? ഇന്ന് 1 പറഞ്ഞാൽ 2ാമത്തേന് ഞാൻ അങ്ങ് പോവാണ്, ഞാൻ ചത്തളയാം. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, നിങ്ങൾ ശ്രദ്ധിക്കണേ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, 6 വയസ്സ്, ആ കുട്ടി ആത്മഹത്യ ചെയ്തെന്നാണ്. ആ കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. എന്താണ് ഈ കേൾക്കണത്? സാധാരണ ആത്മഹത്യ എന്നൊക്കെ പറയുന്നത് ആളുകൾ വലിയ വിഷയങ്ങളിലൊക്കെ അകപ്പെട്ടിട്ട് അങ്ങനെയൊക്കെയാണ് ബന്ധപ്പെട്ട് പറയുക. ഇന്ന് ചെറിയ മക്കളാണ്. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ മാനസിക വിഷയങ്ങളെ മുറുക്ക പിടിച്ച് ശക്തമായി നിൽക്കാനുള്ള കരുത്ത് നഷ്ടമാകുന്നു. ആ മക്കൾക്ക് മെന്റലി അവർ ശരിക്ക് രോഗികളായി മാറി.
അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ മാനസികാരോഗ്യം കൃത്യമാക്കി കൊണ്ടുവരണം. അതിനെന്ത് വേണമെന്നറിയോ? അതിന് ഞാൻ ഒന്നാമത് പറഞ്ഞ കാര്യത്തെ അഞ്ചാമത് പറഞ്ഞ കാര്യമായിട്ട് ബന്ധിപ്പിക്കണം. അതെന്താ? അള്ളാഹുവിലുള്ള തവക്കുൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യം, അള്ളാഹുവിൽ ബരമേൽപ്പിക്കേണ്ടതിന്റെ പ്രത്യേകത, അത് നമ്മുടെ മക്കളിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറഞ്ഞ ആ സംഭവം ഉണ്ടല്ലോ, അതിൽ നബി തങ്ങൾ ഇത് രണ്ടും കൂടെ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. അള്ളാഹുവിൽ വിശ്വാസവും തവക്കുലും ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഒന്നിലും നിരാശപ്പെടേണ്ട, ഒന്നിലും ഭയപ്പെടേണ്ട, വളരെ ശക്തമായി നിൽക്കണം എന്ന് നമ്മുടെ മക്കൾക്ക് ചെറുപ്പം മുതൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം. അത് നമ്മുടെ മക്കൾക്ക് പാപ്പയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് കിട്ടണം, മദർസയിൽ നിന്ന് കിട്ടണം. അതിനാണ് പ്രിയപ്പെട്ടവരെ കുറേ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ ഇങ്ങനെ പോകാൻ. കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉടനെ കൗൺസിലർമാരെ കാണിക്കാൻ, കൗൺസിൽ ചെയ്യിപ്പിക്കാൻ. ആദ്യം ഈ ഒന്ന് കൗൺസിൽ ചെയ്യടോ, എൻ്റെ കുട്ടിയല്ലേ, ആദ്യം നീ ഒന്ന് ബന്ധപ്പെടാ കുട്ടീനെ, തൻ്റെ മോനെ ചേർത്ത് പിടിക്ക്, തൻ്റെ മുന്നിൽ മാതൃകയായ ഒരു ജീവിതം ബാപ്പ കാണിക്ക്, ഉമ്മ കാണിക്ക്. എന്നിട്ട് ആ കുട്ടിക്ക് എന്തും പറയാൻ പറ്റുന്ന ആളായി നീ മാറ്. തൻ്റെ വിഷമങ്ങളെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും അടുത്തയാളായി വാപ്പ മാറട്ടെ. അപ്പൊ ആ കുട്ടിക്ക് ഒരു കരുത്തുണ്ടാകും. ഒരാളെടുത്ത് കൊണ്ടുപോകണ്ട, നിങ്ങൾ ഓരോ ആളുകളെടുത്ത് കൊണ്ടുപോയി കുട്ടികളെ വെറുതെ ഇല്ലാതാക്കണ്ട. നീ അവരോട് ഏറ്റവും നന്നായി സ്നേഹത്തോടെ പെരുമാറി അവരോട് ചോദിച്ചു മനസ്സിലാക്ക്. ഏറ്റവും നല്ല സൗഹൃദത്തിലൂടെ ബന്ധപ്പെട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയായിരുന്നല്ലോ, ചേർത്ത് പിടിച്ച്. അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വീട്ടിലെ സേവകനാണ്. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് എന്ന് മാത്രമല്ല, ഉനൈസ് എന്ന റസൂല വിളിക്കുക. ഉനൈസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞനസ് എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ സ്നേഹത്തോടെയുള്ള ഏറ്റവും നല്ല വിളിയാണത്. അങ്ങനെ ചേർത്ത് പിടിച്ച് അങ്ങനെയാണ് മക്കളെ ശക്തരാക്കി തീർക്കാൻ. ഇനി വാപ്പയും ഉമ്മയും ശക്തമായി നിൽക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിന അൽ ഹബീബ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഓരോ രക്ഷിതാക്കളും കൃത്യമായ നിലപാടെടുത്തിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന മഹാദുരന്തത്തിൽ ആ മക്കൾ അകപ്പെട്ടു പോയാൽ സ്വന്തം നിലക്ക് പരിതപിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ കാര്യമില്ല. അതുകൊണ്ട് മക്കളെ കുറിച്ചുള്ള ചർച്ചയിൽ ഏറ്റവും പ്രധാനം അള്ളാഹുവിൻ്റെ ദീൻ മക്കൾക്ക് എങ്ങനെ കൊടുക്കാമെന്നതിനെ കുറിച്ചാവണം എന്നാണ് അവസാനമായി സൂചിപ്പിക്കാനുള്ളത്. അതിന് മദ്രസ പഠനത്തെ ഗൗരവതരമായി കാണണം. വെക്കേഷനിൽ നടക്കുന്ന മോറൽ ക്ലാസ്സുകളെ ഗൗരവതരമായി കാണണം. ആ രൂപത്തിലേക്ക് കൊണ്ടുവരണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. വെള്ളിയാഴ്ച എന്നത് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. സയ്യിദുൽ അയ്യാം എന്നാണ് പറയാ. ആ ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജുമഅയാണ് എന്നാണ്. ജുമഅ എന്ന് പറയുമ്പോൾ അതിലെ പ്രധാനം 2 റക്അത്ത് നമസ്കാരവും അതിനു മുമ്പ് നടക്കുന്ന 2 ഖുതുബയുമാണ്. നിസ്കാരം ചുരുക്കി ഖുതുബയാക്കിയതല്ല, മറിച്ച് വെള്ളിയാഴ്ച അങ്ങനെയാണ് അള്ളാഹു നിശ്ചയിച്ചു തന്നത്. അത് ളുഹറിൻ്റെ സമയത്തുള്ള 4 റക്അത്ത് നിസ്കാരം 2 റക്അത്ത് ചുരുക്കി 2 റക്അത്ത് ഒഴിവാക്കിയതല്ല, മറിച്ച് വെള്ളിയാഴ്ച ജുമഅയുടെ രൂപം ഇങ്ങനെയാണ്. അതിൽ സുപ്രധാനമായത് ആദ്യം നടക്കുന്ന ഖുതുബയാണ്. പള്ളികളിലേക്ക് വെള്ളിയാഴ്ച ദിവസം വാങ്ക് വിളിക്കുന്നതിന് മുമ്പ് പള്ളിയിലെത്തണമെന്നാണ് നിയമം. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബൈഅ. വാങ്ക് വിളിച്ചാൽ, അതാണ് അതിൻ്റെ അവസാനത്തെ പോയിന്റാണത്.
എത്രയും പെട്ടെന്ന് പള്ളിയിലെത്തണം, ദിക്റിന് വേണ്ടി പള്ളിയിലെത്തണം. ദിക്ർ ഐ ഇസ്തിമാഉൽ ഖുത്ബ, ഖുത്ബ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് വരേണ്ടതെന്ന്. അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം, അതിൻ്റെ ഗൗരവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തറിയോ? ഖുത്ബ നടക്കുന്ന സമയം ആരെങ്കിലും അതിൽ നിന്ന് അശ്രദ്ധമാകുന്ന പ്രവൃത്തി ചെയ്താൽ അതോടെ അയാൾക്ക് ജുമുഅ വൃഥാവിലായി എന്നാണ്. ജുമുഅ വൃഥാവിലായി എന്നാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് പള്ളിയിൽ മണ്ണ് ആ ചരലിങ്ങനെ ഒരാൾ കൈയിട്ട് ഇങ്ങനെ നെരപ്പാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മസ്സൽ ഹസാ ഫഖദ് ലഗാ, ആരെങ്കിലും ചരൽക്കല്ല് സ്പർശിച്ചാൽ അവൻ നിരർത്ഥമായത് ചെയ്തു എന്നാണ് റസൂൽ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ജുമുഅ ബാത്തിലാകുന്ന പണി ചെയ്തു എന്നാണ്. ഇന്ന് നമ്മളെ ആളുകൾ മൊബൈൽ വരെ നോക്കലുണ്ട്. ഖുത്ബ നടക്കുന്ന സമയത്തും മൊബൈൽ ഇങ്ങനെ നോക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ജുമുഅ നഷ്ടപ്പെടും, അവർക്ക് അതിൻ്റെ പ്രതിഫലം നാളെ റബ്ബിൻ്റെ അടുത്ത് കിട്ടൂല, വെറുതെ കുത്തിയിരുന്ന മാതിരിയാവും. പള്ളിയിൽ കയറുമ്പോൾ ഗൗരവതരമായി ചെയ്യേണ്ട ഒരു പണി, ജുമുഅക്ക് വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് പള്ളിയിലേക്ക് നേരത്തെ എത്തണം. നേരത്തെ എത്തുമ്പോൾ തൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ അത് ആദ്യം ഫ്ലൈറ്റ് മോഡിലേക്ക് മാറ്റണം. ഇല്ലെങ്കിൽ ഇങ്ങനെ തരിപ്പ് വന്നാലും ചിലപ്പോൾ എടുത്തു നോക്കും. ഫ്ലൈറ്റ് മോഡിലേക്ക് മാറ്റണം. ലോകം ഇടിഞ്ഞു വീഴണമെന്നും ഇല്ലല്ലോ. ഈ ഒരു മണിക്കൂറിനുള്ളിൽ ഉണ്ടാ, ഒരു 3/4 മണിക്കൂറിനുള്ളിൽ ലോകം ഇടിഞ്ഞു വീഴൊന്നുമില്ലല്ലോ. അത് എൻ്റെ നാളെ റബ്ബിൻ്റെ അടുത്തെത്തുമ്പോൾ എന്നെ ഏൽപ്പിക്കപ്പെട്ട ജുമുഅ അത് ഞാൻ കൃത്യമായി ചെയ്തോ ഇല്ലേ എന്നത് വരുമ്പോൾ എൻ്റെ റെക്കോർഡിൽ പേരുണ്ടാവണ്ടേ. ഞാൻ അങ്ങനെ ചെയ്താൽ എൻ്റെ ജുമുഅ ബാത്തിലാകൂലേ? അടുത്തിരിക്കുന്ന ഒരാൾ സംസാരിക്കുമ്പോൾ പോലും ഇദാ ഖുൽത ലി സ്വാഹിബിക യൗമൽ ജുമുഅ വൽ ഇമാമു യഖ്തുബ് അൻസിത് ഫഖദ് ലഗൗത്, അങ്ങനല്ലേ റസൂലുള്ളാഹിന്റെ വാചകം? ഇമാമു ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ഒരാൾ വർത്താനം പറഞ്ഞപ്പോൾ പറഞ്ഞു അൻസിത്, മിണ്ടരുത്, ഫഖദ് ലഗൗത്, അപ്പൊ തന്നെ അവനെ നിരർത്ഥം പ്രവർത്തിച്ചു എന്നാണ്. അങ്ങനെ പോലും പറയാൻ പാടില്ല എന്നാണ്. അടുത്തിരിക്കുന്ന ആളോട് മിണ്ടരുത് എന്ന് പറയാൻ പാടില്ല. സംസാരിക്കാൻ അവകാശം എപ്പോഴാണ്? ഇമാമൊരു എന്തെങ്കിലും ചോദിച്ചാൽ, ഖത്തീബ് ചോദിച്ചാൽ മൗമൂമികൾക്ക് മറുപടി പറയാമെന്നല്ലാതെ പരസ്പരം സംസാരിക്കാൻ പോലും പാടില്ല എന്നാണ്. അത്രയും ഗൗരവമുണ്ട് വെള്ളിയാഴ്ച ജുമുഅയുടെ ഖുത്ബ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ദിവസത്തിൽ നമുക്ക് ലഭിക്കേണ്ടുന്ന പുണ്യം നഷ്ടപ്പെടുന്നത് ഉണ്ടാവരുത്. എല്ലാവരും മനസ്സിലൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്നലെ സൂര്യാസ്തമയം മുതൽ ഇന്നിപ്പോൾ എത്ര നേരമായിട്ടും സൂറത്തുൽ കഹ്ഫ് ഓതാൻ വിട്ടുപോയ ആളുകൾ ആരെങ്കിലും കൂട്ടത്തിലുണ്ടെങ്കിലേ അത് റസൂൽ നമ്മളോട് കൽപ്പിച്ച സുന്നത്തായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം നഷ്ടപ്പെടുത്തിയവരാണ്. അതുണ്ടെങ്കിൽ അസറിന് മുമ്പ് ഓതിയേക്കണം കേട്ടോ. അസറിന് മുമ്പ് അത് ഓതി തീർത്തേക്കണം. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തെ ഏറ്റവും ഭംഗിയായി ഉപയോഗപ്പെടുത്തുന്നവരാവണം നമ്മൾ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളെ ചങ്ങരംകുളം കല്ലുംപുറം ദാറുൽ ഖുർആൻ 150ഓളം കുട്ടികൾ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ ഹിഫ്ള് ചെയ്യുന്ന, അതിൻ്റെ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു സ്ഥാപനമാണ്. 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കുട്ടികൾ അവിടെ സ്കൂൾ പഠനവുമുണ്ട്. ആ കുട്ടികൾക്ക്, അത്തരം മക്കൾക്ക്, ഹിഫ്ള് പഠിക്കുന്ന മക്കൾക്ക്, അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്ന മക്കൾക്ക്, അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക്, ആ മക്കൾക്ക് വേണ്ടി ഒരു സദഖ ഇന്ന് എല്ലാവരും വളരെ ഭംഗിയായി നല്ല രൂപത്തിൽ ആ കുട്ടികൾക്ക് വേണ്ടി ചെയ്യണം. വലിയ ബറക്കത്തുള്ള, വലിയ അനുഗ്രഹം ലഭിക്കുന്ന, അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് വലിയ പ്രതിഫലം ലഭിക്കുന്ന, മാത്രമല്ല ആ മക്കൾ ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കുന്ന പുണ്യകർമ്മമാണ്. അതുകൊണ്ട് ഓരോരുത്തരും ഭംഗിയായി ആ കാര്യത്തോട് പ്രതികരിക്കണം എന്നുണർത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വന്നുപോയി തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്തും മപ്പാക്കി തെരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാത്തരം പ്രയാസങ്ങളും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഠിനമായ ചൂടിൽ കെട്ടപ്പെടുമ്പോൾ അള്ളാഹുവേ മഴ തന്ന് ഞങ്ങളെ സഹായിക്കണേ അല്ലാ, മഴ തന്ന് ഞങ്ങളെ സഹായിക്കണേ അല്ലാ, മഴ തന്ന് ഞങ്ങളെ സഹായിക്കണേ അല്ലാ.
അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.